Jesus, hallelujah. Praise to Jesus. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനവുടയവനേ എന്നെ ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനവുടയവനേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യത്തിരുനാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രിയിൽ നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവയിടയാക്കിയ നല്ല കൃപകളെ ഓർത്ത് കർത്താവ് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ആർമി ഓഫ് ജീസസ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഈ രാത്രികാലം ഉയർത്തുവാൻ ഞങ്ങൾക്ക് ടീമായി ലഭിച്ച നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തദാസന്മാർക്കുള്ള പ്രത്യേക നന്ദിയെ ഈ തരുണത്തിൽ രേഖപ്പെടുന്നു. ചില നിമിഷങ്ങൾക്ക് ഒരുമിച്ച് ചില ഗാനങ്ങളെ പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ ദിവസത്തിനായി ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ അനുഗ്രഹം വരെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം കർത്താവ് ആർമി ഓഫ് ജീസസ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ രാത്രികാലം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്താലോ വേദനയാലോ പ്രയാസത്താലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഈ മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവ് ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനകളെ നന്ദി സകലേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ കാണുകയാണ്. തിമായിയുടെ മകനായ ബർത്തിമായി. ഇവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വഴിയരികിൽ നിന്ന് ഭിക്ഷയാചിക്കുക എന്നതാണ്. ഒരു ദിവസം ഇവൻ്റെ മുന്നിൽ കൂടി യേശു കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, അവിടെ എന്താ നടക്കുന്നത്? അപ്പോൾ അടുത്തിരുന്ന ആൾ പറഞ്ഞു, യേശു ഇതുവഴി കടന്നു പോവുകയാണ് എന്ന് പറയുവാനിടയത്. എന്നാൽ സ്തോത്രം, ഈ കണ്ണ് കണ്ടുടാത്ത അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അല്ലെങ്കിൽ അടുത്തിരുന്നവരെയൊക്കെ പറഞ്ഞു കാണും, നീ മിണ്ടാതിരിക്കും, എന്തിനെ വിളിക്കുന്നു എന്നൊക്കെ ചോദിച്ച് കാണും. എന്നാൽ അവനറിയാം സ്തോത്രം, ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ യേശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം, അവൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് രാത്രികാലം ഈ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുവാൻ കഴിയുന്നതും. യേശുവിനെ ഒന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം തന്നെയാണ്. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഓ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ. അവൻ മാറാത്ത മിത്രമാണ്, നമ്മുടെ ഉയിരിൻ്റെ ഉയിരാണ്. ഈ രാത്രികാലം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ആ ഉള്ളം ഉള്ളതുപോലെ ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിടും ഉന്നതനാമുടയവനേ. എന്നെ ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിടും ഉന്നതനാമുടയവനേ. യേശുവേ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. ചേർന്ന് പാടാം. യേശുവേ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. എന്നാൽ ആ 100 ആടിൽ ഒരാടിന് നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ബാക്കി 99 ആടുകളെയും അവിടെ ഇട്ടേച്ച് ആ നഷ്ടപ്പെട്ട ഒരാടിനെ തേടിപ്പോയി. കാരണം ഈ 99 ആടുകളെക്കാളും ഏറ്റവും പ്രിയമേറിയത് ആ നഷ്ടപ്പെട്ട ഒരാടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ നാം പലതവണ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ എങ്കിലും നമ്മെ തേടിയപ്പോൾ നല്ലൊരു കരങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് പാടാൻ കഴിയുമോ? കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെ മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി നീ കൂടെ നടന്ന ചെറുതം. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറിയ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി നീ കൂടെ. യേശുവേ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. മറ്റാരേക്കാൾ മാറാത്ത വാഗ്ദത്തം ഏൽക്കാർ നൽകിയ നല്ല കർത്താവ്. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന് മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടച്ചൊരിക്കൽ കൂടി. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന് മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടണം. യേശുവേ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. ദിനവും യേശുവിന്റെ കൂടെ
ദിനവും ദിനവും യേശുവിന്റെ ചാരേ. ചേർന്ന് പാടാമോ? ദിനവും 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 യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ല, ഓ പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എൻ യേശുനാഥാ. ചേർന്ന് പാടാമോ? പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എൻ യേശുനാഥാ. അതല്ല കർത്താവിനെ സ്നേഹിക്കുന്നേ, 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 സ്നേഹിക്കുന്നേ യേശുവേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നെ തന്നെയാ. ജീവൻ നൽകിടും, ഓ ജീവൻ നൽകിടും, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെ. ആ ജീവൻ നൽകിടും, ഓ ജീവൻ നൽകിടും, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. അതുകൊണ്ട് രാത്രികാലം ചേർന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, 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 സ്നേഹിക്കുന്നേ യേശുവേ. രാത്രികാലം ചേർന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ഓ ദിനവും ദിനവും യേശുവിന്റെ കൂടെ, ദിനവും 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 യേശുവിന്റെ ചാരേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ദിനവും 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 യേശുവിന്റെ കൂടെ, ദിനവും ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എൻ യേശുനാഥാ. പ്രിയനേ എൻ യേശുനാഥാ. ചേർന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഈ രാത്രികാലം ചേർന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. നേസിക്കരേ, ആമേൻ. നേസിക്കരേ, നേസിക്കരേ, നേസിക്കരേ യേശയ്യാ. ആമേൻ. നേസിക്കരേ, നേസിക്കരേ, നേസിക്കരേ യേശയ്യാ.
ഹല്ലേലൂയ. ഈ രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, നീ ഞങ്ങൾക്കായി ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ, നീ ഞങ്ങൾക്കായി ചെയ്ത നന്മകളെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. ഈ രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളേക്കാൾ, ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളേക്കാൾ, ഞങ്ങൾക്ക് തന്ന വസ്തുവകകളേക്കാൾ, വീടിനേക്കാൾ, മറ്റ് ഹല്ലേലൂയ ഉപകാരങ്ങളേക്കാൾ ഏറ്റവും വലുത് നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ. ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നമുക്കറിയാം, ലോകമെമ്പാടും ഹല്ലേലൂയ വലിയ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നെന്ന ഭാരത്താൽ ഞാൻ ഞെരുങ്ങുമ്പോഴും ഒന്നും ഭയപ്പെടുന്ന ഉര ചെയ്ത് കാക്കയാൽ ഭക്തനെ പോറ്റിയ നല്ല കർത്താവ്, ഈ പ്രതികൂലത്തിൻ്റെയും പ്രയാസത്തിൻ്റെ നടുവിലും നമ്മെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് എത്ര പേർക്ക് രാത്രി ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. വചനം തന്നെ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ മുട്ടുണ്ടാകുകയില്ല എന്ന വാക്കെടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും, ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഹല്ലേലൂയ ഭക്തന്മാരെ പോറ്റിയത് നല്ല കർത്താവ്. ഈ രാത്രി നല്ല കർത്താവിന് ചേർന്ന് പറയാൻ കഴിയുമോ? ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ? ചേർന്ന് പറയാൻ കഴിയുമോ ഈ രാത്രികാലം? ഓ, ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ? കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. ഇത് രാത്രികാലം കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം. ഈ രാത്രികാലം എത്ര സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നു? നമ്മുടെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ അന്നലെ കർത്താവിനെ മഹത്വപ്പെടുത്താമോ? അങ്ങനെ കർത്താവിനെ രാത്രികാലം വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമത്തെ ഈ രാത്രികാലം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അവൻ നടത്തുന്ന വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ രാത്രികാലം എത്ര സ്തുതിക്കാൻ കഴിയും? ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ നല്ല കർത്താവിന് ചേർന്ന് പാടാമോ? പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പാലകനീശുവെ മറന്നിരിക്കും തന്റെയ ഒന്നായി ഘോഷിച്ചിടാം, പാലകനീശുവെ മറന്നിരിക്കും തന്റെയ ഒന്നായി ഘോഷിച്ചിടാം. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. രാത്രികാലം വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലന്നടിച്ചുയെന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോൾ, ഈശാനമൂലന്നടിച്ചുയെന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോൾ, നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക.
സ്തുതിയിൽ ജയം തന്ന രക്ഷകന്റെ. അതുകൊണ്ട് രാത്രികൾ ചേർന്ന് പാടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക. നമ്മെ കരുതിയ നല്ല കർത്താവിനെ, ഭക്തിയാൽ ഭക്തനെ പോറ്റിയ നാഥനെ രാത്രികാലം ചേർന്ന് പാടാൻ പോകും. ഇന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. ഇന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. കാക്കയെ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയെ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാനോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാനോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി അതുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി അതുഘോഷിക്കും സന്തോഷത്താൽ. ചേർന്ന് പാടാമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാശമോ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ പാപങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. പാപങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. ആയിരിക്കുന്ന സ്ഥാനം സന്തോഷത്തോടെ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കണ്ണുകൾ കൊതിച്ചിടുന്നേ, കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. കഷ്ടതകൾ നേരം നേരം തോറുമേ കാന്താ വേഗം നീ വന്നിടണേ. കഷ്ടതകൾ നേരം നേരം തോറുമേ കാന്താ വേഗം നീ വന്നിടണേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ
ഹല്ലേലൂയ. ഈ രാത്രികാലം എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അവൻ വരുന്ന നാളിൽ തൻ്റെ കര പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് നിർത്തുന്ന നല്ല കർത്താവ്. വചനം തന്നെ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ അവൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ഇന്ന് രാത്രികാലം ആ പ്രതിഫലം എന്താണെന്നറിയാമോ? പാട്ടുകാരൻ പാടിയതുപോലെ, അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തന്നെ മാർവോടണ ചീളുമേ. ചേർന്ന് പാടാമോ ഇന്ന് രാത്രികാലം? അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തന്നെ മാർവോടണ ചീടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും. ഇത് രാത്രികാലം ചേർന്ന് കാണാമോ? ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ഹല്ലേലൂയ. അവൻ വരും. ഹല്ലേലൂയ. അവൻ വരാമെന്ന് പറഞ്ഞ് പോയത് ഒരാളുള്ളൂ, അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ആ കർത്താവിനെ ഈ രാത്രികൾ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ആ ഏകരക്ഷ നമുക്ക് വിശ്വസിക്കാം, അവനെ സ്നേഹിക്കാം. ഈ രാത്രികാലമോ അവനെ ഘോഷിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ആ ക്രൂശിലെ ജയാളിയെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ള നല്ല കർത്താവിനെ. ഓ പുകഴ്ത്തിയിടാം ഓ യേശുവിനെ. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് ആ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? വിശ്വസിക്കാം യേശുവിനെ, ആ ഏക രക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. അവനെ സ്നേഹിക്കാം, അവനെ ഘോഷിക്കാം. ഈ രാത്രികാലം സന്തോഷത്തോടെ ആയിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. അതുകൊണ്ട് രാത്രികാലം ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. ഈ രാത്രികാലം വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. അതുകൊണ്ട് ചേർന്ന് പാടാമോ? ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. രാത്രികാലം നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുവനാണ് നമ്മുടെ യേശു കർത്താവ്. ആ പ്രിയനായ നല്ല കർത്താവിനെ അവനെ ഈ രാത്രികാലം നമുക്ക് സേവിക്കാം. ഇന്നും അനന്യനായ നല്ല കർത്താവ്.
സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനേ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും മനന്യനെ. ഒരിക്കൽ കൂടി പാടാമോ? സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനേ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും മനന്യനെ. ചേർന്ന് പാടാമോ? ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. ഒരിക്കൽ കൂടി ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, യേശുവിനെ വീണ്ടും വരുന്നവനെ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, അതുകൊണ്ട് രാത്രികാലം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ, ഗുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്. ഒരിക്കൽ കൂടി രാത്രികാലം രോഗങ്ങൾ മാറുകയാ, ഭൂതങ്ങൾ ഒഴിയുക, ബന്ധനങ്ങളും നിരന്തരം തകർന്നു പോവുക. വിശ്വസിക്കുന്ന ചെറുപ്പാണ് കഴിയുമോ? സ്വതന്ത്രമാകുന്ന ദൈവരാജ്. അതുകൊണ്ട് യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീ രാജാവേ, രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീ രാജാവേ, രാജാവേ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ, തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരു ദുമ്മശികാ
ഇന്ന് രാത്രികാലം ഭയങ്ങളെ മാറുകയാ, നിരാശകൾ നീങ്ങുക, നിങ്ങളുടെ വിലാപങ്ങൾ ഇന്ന് രാത്രി വ്യർത്ഥമാക്കുക. ചില അടഞ്ഞ വാതിലുകൾ എന്റെ കർത്താവ് ഇന്ന് രാത്രികൾ തുറക്കുകയാ. വിശ്വസിക്കുന്നവർ ചേർന്നാമേൻ പറയാൻ കഴിയുമോ? അതുകൊണ്ട് യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. രാജാവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. യേശുവേ വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. രാജാവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. യേശുവേ സന്തോഷത്തോടെ ചേർന്ന് പാടാൻ കഴിയുമോ? രാത്രി ചില ഭാരങ്ങൾ മാറുകയാ, നിരാശകൾ മാറുകയാ, നിങ്ങളുടെ വിലാപങ്ങൾ രാത്രി നൃത്തമാക്കുക. വിശ്വസിക്കുന്നവർ ചേർന്നാമേ പറഞ്ഞേ, യേശുവേ വാഴണമേ, ഇനി ഇന്ന് രാത്രികരമായ സാധനങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിനെ ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാ, ചില രോഗങ്ങൾ മാറുകയാ, ചില നിരാശകൾ മാറുകയാ, നിങ്ങളുടെ ഭാരങ്ങൾ വേദനകൾ യേശുവിന്റെ അടുക്കൽ രാത്രികാലം എത്ര പേർക്ക് രാത്രികാലം പറയുവാൻ കഴിയും? എൻ്റെ ഭാരങ്ങൾ മാറുകയാ, എൻ്റെ വേദനകൾ മാറുകയാ, എൻ്റെ നിരാശകൾ ഇന്ന് രാത്രികൾ നൃത്തമാകുകയാ. അതുകൊണ്ട് യേശുവേ അങ്ങനെ നിന്ന് വാഴണമേ, യേശുവേ അങ്ങനെ നിന്ന് വാഴണമേ. യേശു നിന്റെ ശരീരത്തിൽ വാണു കഴിഞ്ഞാൽ, നിന്റെ ശരീരത്തിൽ യേശുവിനെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ്. എത്ര പേർക്ക് രാത്രികാലം പറയുമ്പോൾ ഈ ലോകം എനിക്ക് വേണ്ട, ഈ ലോക ഇമ്പങ്ങൾ എനിക്ക് വേണ്ട. ഹല്ലേലൂയ വചനം പറയും, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോയി, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ നിലനിൽക്കും. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് രാത്രികാലം ഈ ലോകത്തിലേക്കൊന്ന് വിട പറയാമോ? ഓ വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. ഓ വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാൻ ഞാൻ, എന്നും വാഴ്ത്തിപ്പാൻ. ഒരിക്കൽ കൂടി വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം രാത്രികൾ എത്ര പറയാൻ കഴിയും? ലോകത്തിലേക്ക് ആശ്രയം, ഓ ലോകത്തിലേകയാശ്രയം
ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ഒരിക്കൽ തടമ വേണ്ട ഓ വേണ്ട ഈ ലോകയെമ്പും പ്രിയനേ നീ മതി. വേണ്ട ഈ ലോകയെമ്പും പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തി പാടും ഞാൻ, എന്നും വാഴ്ത്തി പാടും ഞാൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടങ്ങി. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അനുഗ്രഹം വരെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ രാത്രികാലം ഹല്ലേലൂയ ആർമി ഓഫ് ജീസസ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് രാത്രികാലം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത് പോലെ നമ്മുടെ വേദനകൾ മാറി, നമ്മുടെ നിരാശകളെ മാറി, നമ്മുടെ വിലാപം ഹല്ലേലൂയ നൃത്തമാക്കുന്ന ഒരു നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ആരെങ്കിലും വേദനയിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും നടുവിലായിരുന്നാലും കർത്താവെ, ഈ മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇതുവരെ ഞങ്ങളെ ബലപ്പെടുത്തിയ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷകളെല്ലാം തിരികരയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപേക്ഷിത ദൈവദാസനെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ, ഇതുവരെ അനുഭവിക്കാത്തൊരു ശുശ്രൂഷ ഇന്ന് രാത്രികാലം അനുഭവിക്കുവാൻ ഞങ്ങൾ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക് അത് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ലൈവ് കഴിഞ്ഞും കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ട നന്ദി. സകല യേശുവേ കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാത്രികാലം ആർമി ഓഫ് ജീസസ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും പാടുവാനും ആരാധിക്കാനൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്തദാസന്മാർക്കുള്ള പ്രത്യേക നന്ദിയെ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ടീമിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദിയെ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് അല്പസമയം വചന ചിന്തയ്ക്കായി കർത്താവിൻ്റെ ദാസൻ കൃപ പ്രയർ മിനിസ്ട്രിയുടെ ഡയറക്ടറും സഭാ ശുശ്രൂഷനുമായിരിക്കുന്ന പാസ്റ്റർ പ്രദീപ് സ്തംഭി അവരുകളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആയിരിക്കാം ഈ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർമി ഓഫ് ജീസസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇതിന് അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ സാബു കോതമംഗലം അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ ഗ്രൂപ്പിലൂടെ ചെയ്തെടുക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ച് ലോകമൊന്നടങ്കം വളരെ പ്രതികൂലത്തിൻ്റെ നടുവിലൊക്കെ ആയിരിക്കുമ്പോഴും ദൈവം നമ്മെ കൺമണി പോലെ സൂക്ഷിച്ച് സന്തോഷത്തോടെ നമുക്ക് അപ്പൻ്റെ പാദപീഠയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല കൃപയ്ക്കായി, നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ നല്ല രീതിയിൽ കർത്താവ് നമ്മെ വിവിധയിടങ്ങളിൽ സൂക്ഷിക്കുന്ന കൃപകൾ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നാം ഏത് ഭാഗത്തിരുന്നാലും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. സ്തോത്രം. പിശാച് സ്തോത്ര ഹല്ലേലൂയ ആരാധന സ്ഥലങ്ങളൊക്കെ സ്തോത്ര ഹല്ലേലൂയ അവൻ അടച്ചു ചിരിക്കുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ ശുശ്രൂഷകളൊക്കെ അടച്ചു എന്ന് പറഞ്ഞ് പിശാച് അലറിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കൾ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ അനുഭവത്തെ ഹല്ലേലൂയ മാറ്റിക്കളയുവാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തെ ദൈവമക്കൾ സ്തോത്രം ഇന്നും വിവിധയിടങ്ങളിൽ ഹല്ലേലൂയ ആരാധിക്കുന്നുണ്ട്. ശക്തമായി ഹല്ലേലൂയ അവർ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. അതിന് തെളിവാണ് ഇതേപോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ. ഹല്ലേലൂയ. സ്തോത്രം വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും സ്തോത്ര ഹല്ലേലൂയ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമുക്ക് സ്തോത്ര ഹല്ലേലൂയ അവസരം ഒരുക്കി തോർത്ത
ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വലിയ സമയം എടുക്കാതെ ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ അകത്തളങ്ങളിൽ പ്രകാശിപ്പിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ സ്തോത്രം ഹല്ലേലൂയ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. സ്തോത്രം ഹല്ലേലൂയ. 2 വിഭാഗത്തിലുള്ള ഒരു ഉയർപ്പിനെ കുറിച്ച് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. മരണം എന്നുള്ളത് സത്യത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പണമുള്ളവനും പണമില്ലാത്തവനും ഒരേപോലെ സംഭവിക്കുന്ന സത്യം. ഹല്ലേലൂയ. കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും 5-6 ദിവസം വെന്റിലേറ്ററിൽ വഴി പൈസ എറിഞ്ഞ് പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞാൽ ഒരു നാൾ അവനവന്റെ ജീവനെ വിട്ടുകൊടുക്കേണ്ടി വരും. സ്തോത്ര. പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം മരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീ ഏതു മതത്തിലുള്ള വ്യക്തിയായാലും മരിക്കുക. സ്തോത്ര. ഏതു ഗുരുക്കളായാലും മരിക്കും. സ്തോത്ര. എത്ര വലിയ പ്രാസംഗികനായാലും മരിക്കുക. അത് എത്ര വലിയ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും മരണം എന്നുള്ളത് സുനിശ്ചിതമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യുക. ലോകത്തും മരണത്തിൽ നിന്ന് ഒരു മനുഷ്യനും മാറി നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ഒരു മനുഷ്യനും അതിൽ നിന്ന് എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു ഒഴിവ് പറയാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. മരണം എപ്പോ വേണമോ പിന്തുടരാ. ഹല്ലേലൂയ. രാവിലെ ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തി വൈകുന്നേരം തിരികെ വരണമെന്ന് ഉറപ്പില്ല. രാവിലെ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തി തിരികെ വീടെത്തണമെന്ന് ഉറപ്പില്ല. ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രസംഗം പൂർത്തിയാകുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല, ഒരു ഉറപ്പുമില്ല. അല്ല, ഞങ്ങൾ തിരികെ വീടെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. ഹല്ലേലൂയ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്തോത്ര അവന്റെ നിഴല് പോലെ പിന്തുടരുന്ന ഒരു സത്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് മരണമെന്നൊരു സത്യമുണ്ട്. ഹല്ലേലൂയ. മരണം എന്നുള്ളത് നിശ്ചയം തന്നെയാണ്. ഇന്ന് രാത്രികാലം സ്തോത്ര ഹല്ലേലൂയ വ്യത്യസ്തപരമായി ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോവുക. ഹല്ലേലൂയ. മരണം സത്യമാണ്. സ്തോത്രം. എന്നാൽ പലർക്കും ഒരു സംശയമുണ്ട്, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? അത് സത്യമാണോ? സ്തോത്രം. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്, അത് സത്യമാണോ? സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സത്യമാ. ലോകത്തിലെ സകല മതങ്ങളും വിളിച്ചു പറയുന്നു ഹല്ലേലൂയ മരണത്തിനപ്പുറം എന്തോ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നുണ്ട് മരണത്തിന് ശേഷം നീണ്ട ഉറക്കമാണ്. ചിലർ പറയുന്നു മരണത്തിന് ശേഷം ഹല്ലേലൂയ പട്ടിയായിട്ടും അട്ടയായിട്ടും ഒക്കെ വന്യജീവികൾ അല്ലെങ്കിൽ ജീവികളായിട്ടൊക്കെ ഇഴജന്തുക്കളായിട്ടൊക്കെ മനുഷ്യൻ സ്വതല തിരികെ വരാറുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പലരും പലതിനെ കുറിച്ച് പറയുന്നു. ചിലർ പറയുന്നു ഗാഢമായ ഉറക്കമാണ് മരണത്തിനപ്പുറം സംഭവിക്കുന്നു എന്ന്. പക്ഷേ എല്ലാ മതങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മതങ്ങളൊക്കെ വിളിച്ചു പറയുന്നു മരണത്തിനപ്പുറം വ്യക്തമായ ജീവിതമുണ്ട്. അല്ലോ, നീ ഒരു മുസ്ലിം ആയാല്, ക്രൈസ്തവനായാല്, ഹൈന്ദവനായാല് മരിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡിയെ സ്വതല വെറുതെ ഒന്നും കൊണ്ട് കന്നുകാലികളെ അടക്കം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കന്നുകാലികളെ കുഴിച്ചിടുന്നത് പോലെയൊന്നും കുഴിച്ചിടത്തില്ല. കർമ്മം ചെയ്ത്, ക്രൈസ്തവരാണെങ്കിൽ പ്രാർത്ഥിച്ച്, മുസ്ലിം ആണെങ്കിൽ അവരെ കബറടക്കി, അല്ലെങ്കിൽ ഹൈന്ദവരാണെങ്കിൽ പ്രത്യേക കർമ്മങ്ങൾ ചെയ്ത് ദഹിപ്പിച്ച് അവരുടെ മതത്തിനൊത്തവണ്ണമുള്ള ശുശ്രൂഷ ചെയ്താണ് ഒരു ശബത്തെ ഭൂമിയിലേക്ക് ഏൽപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്? എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? സ്തോത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം പറയും കർമ്മം കിട്ടിയില്ലേ, ശുശ്രൂഷ നടന്നില്ലേ, ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള സകല മതങ്ങളും പറയുന്നു അല്ല മരണശേഷം മനുഷ്യനും മറ്റെന്തോ ഒരു അനുഭവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഉറപ്പോടെ പറയുന്നു മരണശേഷം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഒരു ആരംഭമായി മാറാൻ പോവുകയാ. ഹല്ലേലൂയ. നിന്റെ ഒരു ആരംഭമായി തീരാൻ പോവുകയാ. ഹല്ലേലൂയ. 70 വർഷം ഭൂമി ജീവിക്കുന്ന അനുഭവമല്ല, അതിനപ്പുറമായി നിത്യമായ ഒരു വാസത്തിലേക്ക് ഹല്ലേലൂയ നിന്റെ ജീവിതം ആരംഭിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിൽ തന്നെ ലോകത്തിനെമ്പാടിയിരുന്ന് കാണുന്ന പ്രിയമുള്ളവരോട് ഞാൻ കൈമാറുകയാ. സ്തോത്രം. നമ്മൾ ഇതിന് എഴുന്നേൽക്കും. മരണം പിടിച്ചാലും സ്വതഹല്ലിയ മണ്ണിനോട് ചേർന്നാലും
ഇത് വിട്ട് പുറത്തു വരാം. സ്തോത്രം. അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലൂടെ നമ്മൾ വായിച്ചത്. 2 വിഭാഗത്തിലുള്ള കൂട്ടർ എഴുന്നേൽക്കാൻ പോവുക. ഹല്ലേലൂയ. 1-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി ഒരു കൂട്ടർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി ഒരു കൂട്ടർ എഴുന്നേൽക്കുക. ഇനി 2-ാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കും വേണ്ടി ഒരു കൂട്ടർ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. അതായത് ലോകത്ത് പാപം ചെയ്യുന്നവന്, വിശുദ്ധിയോടെ നിൽക്കുന്നവന് മരണപ്പെടുക. ആരൊക്കെ പറഞ്ഞാലും എടാ നീ പാസ്റ്ററല്ലേ, നീ വിശ്വാസിയല്ലേ, നീ ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ, നിന്റെ വീട്ടിലല്ലേ മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ നിന്റെ ദൈവം സൗഖ്യമാക്കിയില്ലേ, ഈ കോവിഡ് വന്ന് കൊറോണ വന്ന് എത്ര പാസ്റ്റർമാർ മരിച്ചുപോയി, ക്രിസ്തീയ രാജ്യത്തല്ലേ വലിയൊരു പ്രതികൂലമുണ്ടായത്. പക്ഷേ ഈ ലോകത്തോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവൻ മരിച്ചു വീണാല്, രക്ഷിക്കപ്പെടാത്തവൻ മരിച്ചു വീണാല് സത്യവേദ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, മരണത്തിനപ്പുറ കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ അടുത്തൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു ഉയർപ്പ് ഉണ്ട്. ആമേൻ. അടുത്തൊരു ഉറപ്പുണ്ട്. സ്തോത്രം. മാസം തികഞ്ഞ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെ ഹല്ലേലൂയ ഭൂമി പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെ, എല്ലാ ശരീരങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഒരു പ്രസവിച്ചു പുറത്തു വരുന്നത് പോലെ സകലതിനെ പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. സ്വത്രം. പ്രിയമുള്ളവരെ, 2 കൂട്ടർ എഴുന്നേൽക്കാൻ പോകും. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ ആ 2 കൂട്ടറിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 1-ാമത്തെ കൂട്ടർ എഴുന്നേൽക്കുന്നത് നിത്യജീവന് വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് കഷ്ടതയോടെ വിശുദ്ധ ജീവിതം ജയിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. നിനക്ക് എന്നും ദാരിദ്ര്യമായിരിക്കുക, നിന്റെ അവസ്ഥകൾ എന്നും പരിതാപകരമായിരിക്കുക, ഹല്ലേലൂയ. നീ എന്നും ദുഃഖത്തിലൂടെ, നിരാശത്തിലൂടെ, കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ ഒക്കെ പോകുന്ന വ്യക്തിയായിരിക്കുക. ഹല്ലേലൂയ. നീ വിശുദ്ധ വേദപുസ്തകം എടുത്ത് ആലയത്തിലേക്ക് പോകും സ്വതലിയട പോയിട്ട് നിനക്കൊരു മാറ്റമില്ലല്ലോ, നിന്റെ കുടുംബത്തിനൊരു മാറ്റമില്ലല്ലോ, നിന്റെ തലമുറകൾക്കൊരു മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ അല്ല നിന്നെ നിരന്തരം ആരൊക്കെ പരിഹസിച്ചാൽ, ആരൊക്കെ നിന്ദിച്ചാൽ, പ്രിയ സ്നേഹിത നിന്നോട് കൈമാറുകയാ. ഹല്ലേലൂയ. നീ അടുത്ത സെക്കൻഡ് മരിച്ചു വീണ അല്ലെ തമ്പുരാന്റെ വരവെങ്കൽ ഹല്ലേലൂയ നീ എഴുന്നേൽക്കുക. നീ എഴുന്നേൽക്കുന്നത് ഹല്ലേലൂയ എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ നിത്യ ജീവനായിട്ട് നീ എഴുന്നേൽക്കുക. നിത്യമായ ഒരു ജീവനായിട്ട് നീ എഴുന്നേൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൈമാറുകയാ. ആരാ എഴുന്നേൽക്കുന്നേ? ധർമ്മം കൊടുക്കുന്നവനാണോ? കർമ്മം ചെയ്യുന്നവനാണോ? ക്രിയകൾ ചെയ്യുന്നവനാണോ? സ്തോത്രം. ചാരിറ്റി പ്രസ്ഥാനങ്ങൾ നടത്തുന്നവനാണോ? സ്തോത്രം. സഭയ്ക്കകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുകയും വലിയ വലിയ കൺവെൻഷൻ ക്രൂസൈഡ് നടത്തുകയോ വലിയ രീതിയിൽ ഹല്ലേലൂയ ശുശ്രൂഷകനായിട്ട് നടക്കുകയും ചെയ്ത വ്യക്തികളാണോ? ആരെഴുന്നേൽക്കും? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവേൻ. സ്തോത്ര. ഹല്ലേലൂയ. യാഗം ചെയ്ത് ദൈവത്തോട് ഉടമ്പടി ചെയ്ത, നിയമം ചെയ്ത, ദൈവത്തിന്റെ കൽപ്പന വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, നിന്നെ എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ അടുക്കൽ, എന്റെ അടുക്കൽ എന്ന വചനം പറയുന്നത്, എന്റെ അടുക്കൽ, എന്റെ നിയമം ചെയ്യുന്നവനെ എന്റെ അടുക്കൽ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുക, ഹല്ലേലൂയ, എന്റേതെന്ന് നിന്നെ കുറിച്ച് പറയണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഒരു വ്യക്തി അത് എന്റേതാണെന്ന് പറയണമെങ്കിൽ എന്റെ ഇഷ്ടമായിരിക്കണം ഇദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ സ്വർഗത്തിലെ ദൈവ അത് എന്റേതാന്ന് പറയുന്നെങ്കിൽ, അവൻ എന്റേതാന്ന് പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇവൾ എന്റേതാന്ന് പറയണമെങ്കിൽ ഞാനും അപ്പനും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കണം. അപ്പന്റെ ഇഷ്ടം ചെയ്യുകയാണ് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് പറയുക, അത് എന്റേതാന്ന്. ഇന്ന് രാത്രി ലോകത്തിന്റെ വിവിധ കോണിലേക്ക് ദൈവ പൈതലേ, നീ സഹിക്കുമ്പോ, നീ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോ, ഓരോ വേദനകളും നീ കടന്നു പോകുമ്പോ, സ്വർഗം പറയുന്നു ആ വേദന സഹിക്കുന്നത് എന്റേതാ, ആ വേദന സഹിക്കുന്ന വ്യക്തി എന്റേതാ, ആ നിരാശ സഹിക്കുന്ന വ്യക്തി എന്റേതാ, കുടുംബത്തിലെ ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്റേതാ. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി നീ ദൈവത്തിൻ്റെതാ. ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ദൈവത്തോട് ഒരു നിയമം ചെയ്ത് ജീവിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെതാ. നീ ദൈവത്തിൻ്റെതാ. ആമേൻ. അല്ല, പിശാച് ഒരു നാൾ അവകാശം പറഞ്ഞ് അവന്റെ പദ്ധതി ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട്
എൻ്റെ സ്വർഗത്തിൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നീ ദൈവത്തിൻ്റെതാ. പക്ഷേ അല്ല, നിന്റെ ചാരിറ്റി പ്രവർത്തനം എത്തിക്കത്തില്ല, വേണ്ടെന്നല്ല, എത്തിക്കത്തില്ല. നീ ധർമ്മം കൊടുക്കുന്നത് ഹല്ലേലൂയ, എത്ര വലിയ രീതിയിൽ ധർമ്മം കൊടുത്താലോ ഹല്ലേലൂയ എത്തിക്കത്തില്ല അവിടെ. സ്തോത്രം. പ്രിയ സ്നേഹിത, ഇതൊന്നും വേണ്ടെന്നല്ല, നീ ചെയ്യുക, അനേകരെ സഹായിക്കുക, അനേകരെ കൈത്താങ്ങ, അനേകർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. പക്ഷെ അതിനോടൊപ്പം ദൈവവുമായ ഒരു ഉടമ്പടിക്കകത്ത് നീ നിൽക്കണം, ആ യാഗത്തിൻ്റെ അകത്ത് നീ നിൽക്കണം. ആ ബന്ധത്തിനൊരു മാറ്റം വരരുത്. കാരണം കാഹളം ധരിക്കുമ്പോ, ഭൂമി പ്രസവിക്കുമ്പോ എഴുന്നേൽക്കുന്ന ഒന്നാമത്തെ കൂട്ടര അത് നിത്യജീവന് വേണ്ടിയുള്ള കൂട്ടര. ഇന്ന് രാത്രി ലോകത്തുള്ള സകല വിശ്വാസ സമൂഹത്തോട് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന വിവിധ വ്യക്തികളോട് ഞാൻ കൈമാറുകയാ, എഴുന്നേൽക്കുമെന്നുള്ളത് ഉറപ്പാ. അല്ല, നീ പാപം ചെയ്താൽ, നീ വിശുദ്ധിയോട് ജീവിച്ചാൽ എഴുന്നേൽക്കുമെന്നുള്ളത് ഉറപ്പാ. പക്ഷെ നീ ഏതിനു വേണ്ടി എഴുന്നേൽക്കുന്നു എന്നുള്ളതാ ഇന്നത്തെ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. നീ ഏതിനു വേണ്ടി എഴുന്നേൽക്കുന്നു? സ്തോത്രം. ഒന്നാമത്തെ വിഭാഗം എഴുന്നേൽക്കുന്നു. സ്തോത്രം. നിത്യജീവന് വേണ്ടി എഴുന്നേൽക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം അല്ല, ഞാൻ ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്നത് അല്ല, അർത്ഥമാകണമെങ്കിൽ ഹല്ലേലൂയ, അത് പൂർത്തിയാകണമെങ്കിൽ ഞാൻ പ്രസംഗിച്ചു, എൻ്റെ പ്രസംഗം കൊള്ളാമോ ഇല്ലയോ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അല്ല, പ്രസംഗിച്ച ശേഷം ജീവിതം എന്നിലുണ്ട് എങ്കിൽ ഹല്ലേലൂയ, മരണം ഒരുപക്ഷെ ഭൂമി എന്നെ പിടിച്ചെടുത്താൽ, ആ മണ്ണിലേക്ക് ഞാൻ ചേർന്നാൽ ഹല്ലേലൂയ, ഒരു ശബ്ദമുണ്ട്, അതിൻ്റെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദമാ, എൻ്റെ ദൈവത്തിൻ്റെ ഗംഭീര നാദത്തിങ്കൽ ഹല്ലേലൂയ. സ്തോത്ര. ഈ ഭൂമി ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഹല്ലേലൂയ പുറത്തെടുക്കുക. അതായത് അധികാരത്തിൻ്റെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോ ഭൂമിക്കകത്ത് നിൽക്കുന്നവര് അല്ല പുറത്ത് വരിക. കടൽ ജീവനെടുത്തത് കടൽ വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. അല്ല, റോഡുകൾ ജീവനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡെ നീ വിട്ടുകൊടുക്കേ പറ്റത്തുള്ളൂ. ഈ ഭൂമി എന്തൊക്കെ അവകാശം പറഞ്ഞ് പിടിച്ചെടുത്താല, ഭൂമിയെ എത്ര വിശുദ്ധന്മാരെ മണ്ണോട് ചേർത്തെടുത്താല, അല്ലി അനേക ഭക്തന്മാർ രക്തസാക്ഷികളായി ഈ ഭൂമിയില്. പക്ഷെ കർത്താവിന്റെ വരവെങ്കിൽ അല്ല, സകലതും പുറത്തു വരിക, സകലതും പുറത്തു വരിക. പുറത്തു വരുന്നത് നിത്യജീവനായിട്ടത്രേ. ആമേൻ. നിത്യജീവനായിട്ടത്രേ. ആമേൻ. ഇനി രണ്ടാമത്തൊരു കൂട്ടരെയും കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തൊരു കൂട്ടർ ഹല്ലേലൂയ, അവരുടെ എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പാ. നീ നിരീശ്വരവാദിയായാലും പ്രിയ സ്നേഹിത ഹല്ലേലൂയ, നിന്റെ നിരീശ്വരവാദവും ദൈവമില്ല എന്ന് പറയുന്നതുകൊണ്ട് നിനക്ക് നിന്റെ ആയുസ്സിനെ കൂട്ടാൻ കഴിയുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഏതൊരു നിരീശ്വരവാദി മരിച്ചാലും കർമ്മം ചെയ്ത് ക്രിയ ചെയ്ത് അടക്കുന്ന കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ചോദിക്കുക, നിന്റെ നിരീശ്വരവാദം പൊളിയും. സ്തോത്രം. ദൈവമില്ല എന്നുള്ള പദ്ധതികളൊക്കെ നീ പറയുന്ന നടക്കുന്നതെല്ലാം പൊളിയും. കാരണം നിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ 70 വർഷത്തിന് അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 100 ഈ ലോകത്ത് മാത്രമേ നിന്റെ ചിന്ത ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് അല്ല ഈ സ്റ്റേജിൽ മാത്രമല്ല, അല്ല ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്, അല്ല ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് ലോകത്തിൽ വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ, ഈ 70 വർഷത്തിനകത്ത് കിട്ടുന്ന നന്മകളല്ല, അതിന്റെ അകത്തു നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സുഖങ്ങളല്ല, അതിന്റെ അകത്തു നിന്നെ സന്തോഷിപ്പിക്കുന്ന രസിപ്പിക്കുന്ന വ്യാമോഹങ്ങളല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതിനപ്പുറം, മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ പോവുക. നിരീശ്വരവാദി നീ എഴുന്നേൽക്ക. അപ്പനെ കാല് മടക്കി ചവിട്ടിയവന നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. കഷ്ടം സഹിച്ച് മരിച്ച ഭക്തന്മാരെ നിങ്ങൾ എഴുന്നേൽക്ക. ഇന്നും ഹല്ലേലൂയ സുവിശേഷത്തിനെതിരെ കാല് ചവിട്ടി പ്രതികരിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. പക്ഷെ എഴുന്നേൽക്കുമ്പോ നീ എഴുന്നേൽക്കാൻ പോകുന്നത് ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു പരീക്ഷ ടൈമാ. ഈ പരീക്ഷ നീ പരാജയപ്പെട്ട നിനക്ക് അടുത്തൊരു സ്റ്റേജിൽ കയറാൻ പറ്റത്തില്ല. ആമേൻ,
ഹല്ലേലൂയ. 9ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി, സ്തോത്രം, ഒരു വർഷം 2020 ഒരു പക്ഷെ ഒരു വ്യക്തി 9ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, അടുത്ത അഡ്മിഷൻ അമ്മ എന്നിട്ട് പറയുക 9ാം ക്ലാസ്സിൽ എന്തായാലും പരാജയപ്പെട്ടു, പക്ഷേ സ്വതല്ല എൻ്റെ മോനെ 9ൽ തന്നെ ഇനി ഇരുത്താൻ എനിക്ക് താല്പര്യമില്ല, 10 കയറ്റി 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ പുറത്ത് പോയി ഇരുന്നോളാൻ പറയാം. ഹല്ലേലൂയ. പരീക്ഷയിൽ ജയിച്ചോ എങ്കിൽ അടുത്ത സ്റ്റേജിൽ കയറാ. ഇന്ന് രാത്രി പറയാ, നീ ഭൂമിയിൽ 5, 10, 20, 70, 80 വർഷം ജീവിച്ചോ, പക്ഷെ ജീവിതത്തിന്റെ അകത്ത് വെച്ച, അതായത് ഈ ശ്വാസം നിന്നു പോകുന്നതിന് മുമ്പേ ലോകത്തില് പരീക്ഷയ്ക്കകത്ത് ജയിച്ചാൽ, അഥവാ പിശാചിന്റെ പരീക്ഷയ്ക്കകത്ത് നിന്ന് ഹല്ലേലൂയ നീ ജയിച്ചാൽ, ഒന്നും കൂടി മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ രക്ഷയാകുന്ന ട്രോഫി നിന്റെ ജീവിതത്തിൽ നീ പ്രാപിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വലിയൊരു സ്റ്റേജ് നിന്റെ മുമ്പിൽ ഓപ്പൺ ആകും. ആമേൻ. അടുത്തൊരു സ്റ്റേജ് നിന്റെ മുമ്പിൽ ഓപ്പൺ ആകും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ഹല്ലേലൂയ, അടുത്ത സ്റ്റേജ് ഓപ്പൺ ആകണമെന്ന് ജീവിക്കണം, ജയിക്കണം. ഈ കാലഘട്ടത്തിൽ ജയിക്കണം, ഇവിടെ നീ ജയിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മതി. സകല പാപപ്രവർത്തികളും എൻ്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. കാരണം ദൈവത്തിന്റെ മുമ്പിൽ സകലതും മലർന്നതും നഗ്നവുമാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം സകലതും അറിയുന്നു. ഹല്ലേലൂയ. ആത്മീയ ഗോളത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന സകലതും ദൈവം അറിയുന്നു. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നീ കാട്ടിക്കൂട്ടുന്ന സകല കോപ്രായങ്ങൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. നിന്റെ സകല പദ്ധതികൾ, നിന്റെ സകല മോഹങ്ങൾ, നിന്റെ സകല ആഗ്രഹങ്ങൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ചർച്ചിൽ മുൻ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നീ എന്തിനാ ഭാരപ്പെടുന്നത്? അല്ല, നീ എന്തിനാ പിറുപിറുക്കുന്നേ? നീ എന്തിനാ കുറ്റം പറയുന്നേ? ഹല്ലേലൂയ. നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ നീ എന്തിനാ പിറുപിറുക്കുന്നേ? നീ എന്തിനാ കുറ്റം പറയുന്നേ? ഹല്ലേലൂയ. പ്രിയ സ്നേഹിത, നിനക്കൊരു കസാര ഇട്ട, നിനക്കൊരു പദവി തന്ന ഇവിടെ വാഴിക്കുവാനല്ല ദൈവം വന്നത്. പകരം മരണത്തിന് അപ്പുറമുള്ളൊരു ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കാനാ. അല്ല, എന്റെതെന്ന് പറയുക, എന്റെ ജനം എന്റെ അടുക്കൽ എന്ന് പറയുമ്പോ ഹല്ലേലൂയ, എന്റെ ജനമെന്ന് എന്റെ സ്വർഗത്തിലെ വിളിക്കുമ്പോൾ തന്നെ ആ വിളിയിൽ ഞാനും കൂടി എഴുന്നേൽക്ക. ഇന്ന് രാത്രി പറഞ്ഞു, അല്ല അപ്പ ഞാൻ പാപിയാ. ഇന്ന് നീ ഒരുപക്ഷെ എന്റേതെന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ ഞാൻ കാണാത്ത പ്രവർത്തികൾ എന്നിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അല്ല അപ്പന്റെ അടുക്കൽ ഞാൻ വരികയാ, അപ്പന്റെ അടുക്കലേക്ക് വരികയാ. അടുത്ത സെക്കൻഡ് ഞാൻ മരിച്ചു വീണ, അപ്പാ ഹല്ലേലൂയ. നിന്റെ സകലതും ദൈവം അറിയുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോ ഇന്ന് ലോകത്ത് ഈ വീഡിയോ ഇവിടെയൊക്കെ ഷെയർ ചെയ്ത് ലോകത്തിന്റെ എമ്പാടും പോട്ടെ. ഹല്ലേലൂയ. ആരൊക്കെ കേട്ടാലും ഹല്ലേലൂയ, നീ ഭൂമി ചെയ്യുന്നത് അല്ലെ ഒരു ഓഹരി നിനക്ക് കിട്ടും. ഹല്ലേലൂയ. നീ നന്മ ചെയ്ത നല്ല ഓഹരി, തിന്മയാണ് ഓഹരി. പ്രിയ സ്നേഹിത, ദൈവവചനം അതാ പഠിപ്പിക്കുന്നേ. അല്ല, നീ ചെയ്യുന്നതിന് ഒത്തവണ്ണമുള്ള ഹല്ലേലൂയ പ്രതിഫലം നിനക്കുണ്ട്. വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഹല്ലേലൂയ. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വായിക്കാം. ഹല്ലേലൂയ. ഇതുകൂടി വായിച്ചിട്ട് ഞങ്ങൾ നിർത്താൻ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, നീ എഴുന്നേൽക്കും എന്നുള്ളതിന് ഉറപ്പാണ്. ഹല്ലേലൂയ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നിത്യനിന്ദയ്ക്കും ഹല്ലേലൂയ നിത്യജീവനുമായി ഒരു ഉയർപ്പുണ്ട്. ഇനി ഒരു വാക്യം കൂടി വായിച്ച് നിർത്താൻ പോകുന്നു. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം കൂടി വായിച്ചേ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. നീ ഇപ്പൊ വിശ്രമിച്ചോ? ഹല്ലേലൂയ. ഭക്തന്മാർക്കൊക്കെ ഒരു ആശ്വാസ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തന്മാരൊക്കെ ഹല്ലേലൂയ മരണപ്പെട്ട് കഴിഞ്ഞ, സ്തോത്രം, ഭയങ്കര വിലപിടിപ്പുള്ള മരണം. അത് ഭയങ്കര വിലപിടിപ്പുള്ള മരണം. നീ സുവിശേഷം പറയുമ്പോ അല്ല, വാളുകൊണ്ടോ വാക്കുകൊണ്ടോ നിന്നെ ആരെങ്കിലും ആക്രമിക്കട്ടെ, നല്ലതാ. ഹല്ലേലൂയ. ഒരു വിശ്രമമുണ്ട്.
ഹാലി സ്വർഗത്തിലെ ദൈവം പറയാ, ഹല്ലിയ വെറുതെ ഒന്നും നിന്നെ വിടത്തില്ല, വെറുതെ നിന്നെ മണ്ണിന് കൊടുക്കത്തില്ല കേട്ടോ. ഹല്ല വെറുതെ നിന്നെ മണ്ണിന് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഈ ശരീരം ബലഹീനമല്ലേ? ഹല്ല ഒരുവന്റെ വാള് ഹല്ല നിന്റെ കഴുത്തിൽ വീഴാൻ കാരണം എന്താ? നീ ബലഹീന മനുഷ്യനായതുകൊണ്ടാ. ഒരുവൻ നിനക്കെതിരെ ഹല്ല വാക്പോര് നടത്താൻ കാരണം എന്താ? നീ ബലഹീന മനുഷ്യനായതുകൊണ്ടാ. ഒരുവൻ നിന്നെ വേദനിപ്പിക്കാൻ കാരണം എന്താ? നീ ബലഹീന മനുഷ്യനായതുകൊണ്ടാ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോ നീ പൊയ്ക്കോ, ഇപ്പോ നീ വിശ്രമിച്ചോ, ഇപ്പോ നീ മണ്ണിനോട് ചേർന്നോ. അടുത്ത സെക്കൻഡിൽ നീ എഴുന്നേൽക്കുക, നീ ഓഹരി പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഹല്ലേലൂയ ഒരു പ്രത്യേക ഹല്ലേലൂയ എമൗണ്ട് വാങ്ങിക്കാനല്ല. ഓഹരി നീ ചെയ്തതിന്, നീ സഹിച്ചതിന്, നീ കഷ്ടപ്പെട്ടതിന്, നീ വേദന അനുഭവിച്ചതിന്, നീ അപമാനിക്കപ്പെട്ടതിന്, നീ അവഗണിക്കപ്പെട്ടതിന്, നീ തകർക്കപ്പെട്ടതിനെല്ലാം ഓഹരി പ്രാപിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു അവസരം തരാൻ പോവുകയാ. ഹല്ലേലൂയ. സ്തോത്രം. നിനക്കൊരു അവസരം തരാൻ പോവുകയാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇത് രാത്രികാലം ഇത് ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ, ഇതേ അവസരം സ്തോത്രം പാപം ചെയ്ത് രക്ഷിക്കപ്പെടാതെ സുവിശേഷം കേട്ടാൽ പോലും തിരിഞ്ഞു നടക്കുന്ന തലമുറകളെ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. എവിടുത്തെ തലമുറകളെല്ലാം ന്യൂ ജനറേഷൻ നമ്മളല്ലാതാ എങ്കിലും ഹല്ലേലൂയ അതിലൊരു വിഭാഗം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഹല്ലേലൂയ 5-6 വർഷം കൂടി അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടി ഇവിടെ ജീവിക്കുക, അടിച്ച് പൊളിച്ചങ്ങ് തീരാ. ഹല്ലേലൂയ മോനെ, അടിച്ചു പൊള്ളിച്ചു തീർന്ന ഹല്ലേലൂയ നല്ലതാ. നീ മരണപ്പെടുമെന്നുള്ളത് നിനക്കും അറിയാം. ഹല്ലേലൂയ കുറച്ച് നാളെ ആയുസുള്ളതും നിനക്കും അറിയാം. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ നീ എഴുന്നേൽക്കുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അത് ആരംഭമാണ്, നീ മറന്നു പോകരുത്. നീ അപ്പനെ നോക്കാതെ അമ്മയെ നോക്കാതെ അനുസരണയില്ലാതെ ലോകത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് സുവിശേഷത്തിന് ചെവി കൊടുക്കാതെ ഇറങ്ങി തിരിച്ച് ലോകത്തിന് ഇഷ്ടപ്രകാരം ചെയ്ത ഹല്ലേലൂയ ജീവിച്ച നിന്നെ ഹല്ലേലൂയ നിനക്ക് നിന്റെ ഓഹരി, അതായത് എത്രത്തോളം നീ ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. ദൈവം ഒരു ചാൻസ് തരാം. മടങ്ങി വാ, ദൈവത്തിലേക്ക് മടങ്ങി വാ, ദൈവത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ മരണം നിശ്ചയമാ. ഏത് ഫ്രീക്കനും മരിക്കാം, ഏത് വിശുദ്ധനും മരിക്കാം, ഏത് പാസ്റ്ററും മരിക്കാം, ഏത് പട്ടക്കാരനും മരിക്കാം. പക്ഷേ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ ദൈവത്തിലേക്ക് മടങ്ങി വാ. എവിടെയെങ്കിലും നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിനോട് കൈമാറുകയാ. ഹല്ലേലൂയ. നിന്റെ പാപം ഒന്ന് ഏറ്റുപറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ദൈവം ഒന്ന് അംഗീകരിക്കും. ഇത് എൻ്റെതാന്ന് പറയാം. നിന്റെ കർമ്മങ്ങളല്ല നിന്റെ രക്ഷയ്ക്ക് കാരണമാകുന്നേ. സ്തോത്ര. നീ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കും, പക്ഷേ അല്ല സ്നാനപ്പെട്ടത് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. നീ നല്ല ദശാംശം കറക്റ്റായി കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ നിന്റെ ആ കൊടുക്കലൊന്നും കൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല. ഇതൊന്നും വേണ്ടതല്ല, ഇതൊന്നും വേണ്ടതല്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ജീവിക്കണം. പക്ഷേ ഹല്ലേലൂയ ഉടമ്പടിയിൽ നിന്ന് നീ മാറരുത്, യാഗത്തിൽ നിന്ന് മാറരുത്, ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് മാറരുത്, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് മാറരുത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നിയമം അനുസരിച്ച് മുമ്പിലോട്ട് പോകുന്ന ദൈവ പൈതലേ, എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയാകുക. അല്ല നീ എഴുന്നേൽക്കുമ്പോൾ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി മാറരുത്. അല്ല നീ നിത്യ ന്യായവിധിക്കായി മാറരുത്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ അപ്പച്ചന്മാര്, വിദ്യാഭ്യാസമില്ലാത്തവര്, ഹല്ലേലൂയ വല്ല ഡ്രസ് ചേർന്നിടുന്നവര്, കറുത്ത പുസ്തകം കൊണ്ട് നിന്റെ അടുക്ക വിറയിലോടെ വന്നത്, ഹല്ലേലൂയ അവർക്ക് വയറ്റിപ്പിഴപ്പിനല്ല, അവർക്ക് ജീവിക്കാനല്ല. അല്ല പാസ്റ്റർമാർ നിന്നെ വിളിക്കുന്നത് അവർക്ക് ജീവിക്കാനല്ല, നീ ഒന്ന് ജീവിക്കാനാ. ക്രിസ്തുവിൽ നീ ഒന്ന് ജീവിക്കാനാ. ആമേൻ. ക്രിസ്തുവിൽ നീ ഒന്ന് ജീവിക്കാനാ. അർഖോനാ ശംതുരാ രഗത്തരകൽക്കര അർഖിയാര ബൗഢം ദരാ റിഗൽക്കരെ സെക്കേമിനിയ ഉറവല ബൗഢം ദരാ രഗത്തനകൽക്കരക ശംതുരാ രഗരഗേശകൽക്കര. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിനക്ക് ജീവിക്കാൻ ഒരു അവസരം തരികയാണ്. ഇന്ന് മടങ്ങി വരാമോ? നീ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും സ്തോത്രം, ഒന്ന് മടങ്ങി വാ ദൈവസന്നിധിയില. ഹല്ലേലൂയ. നീ ദൈവസ്ഥനിലേക്ക് മടങ്ങി വാ. നീ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വാ. എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുക. പറ ഹല്ലേലൂയ. പിശാച് എൻ്റെന്ന് പറയുന്നതിനേക്കാളും ഹല്ലേലൂയ സ്തോത്രം ദൈവം പറയണം ആമേൻ ഇതെൻ്റെതാണെന്ന്. നീ എൻ്റെതാണെന്ന് എൻ്റെ ദൈവം പറയണ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം പറയണ നീ എൻ്റെതാണെന്ന്. ഹുറാമാന ശംതുരാരകൽക്കര.
shekiminia samthura ragatra. Hallelujah, glory, 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 hallelujah. Hallelujah, glory to God, hallelujah. Shamthura ragatra galkara. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഓ ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്ന് വിശ്രമിച്ചിടും എന്ന് വിശ്രമിച്ചിടും. നാടുവിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ യാനം ചെയ്തൊരാ. നാടുവിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ യാനം ചെയ്തൊരാ. ഓ കൂടിയൊന്നായി വാഴ വാഞ്ചിച്ചിത്ര നാള കാരുണ്യമം പണികഴിച്ച കൊട്ടാരം തന്നിൽ. ആമേൻ കൂടിയൊന്നായി വാഴ വാഞ്ചിച്ചിത്ര നാള കാരുണ്യമം പണികഴിച്ച കൊട്ടാരം തന്നിൽ. ആ കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാമേ. സ്തോത്രം, ഹല്ലേലൂയ. ചില നാളുകൾ മാത്രമേ നിനക്ക് ഇവിടെ ഹൈസുള്ളൂ. ഹല്ലേലൂയ. നീ എത്ര ഫ്രീക്കനായാലും എത്ര അടിച്ചുപൊളി സെറ്റപ്പ് നടക്കുന്ന വ്യക്തിയായാലും ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ മേൽ തന്നെ നിർബന്ധമല്ല. ദൈവം ഞങ്ങളൊരു മീഡിയേറ്റർ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. പാപം വിട്ട് ദൈവത്തിലേക്ക് വരുവാൻ ഒരു ചാൻസ്, നീ മരിക്കുന്നുമ്പോ ഒരു ചാൻസ്. ഹല്ലേലൂയ. സ്തോത്രം. ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റുള്ളവരോടുള്ള എല്ലാ ചാറ്റിങ് ഇന്ന് രാത്രികാലം നിർത്തിക്കോ. ഹല്ലേലൂയ. ഭാര്യ ജീവിച്ചിരിക്കെ ഉള്ള എല്ലാ ദുഷ്ട ചാറ്റിങ്ങുകളും ഇന്ന് രാത്രികാലം മാറട്ടെ. നീ ഒരു ആത്മീകനാ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പാപം ചെയ്ത ശേഷം നീ കൊടുക്കുന്ന നേർച്ചകള്, നീ കൊടുക്കുന്ന വഴിപാടിലൊന്നും എന്റെ ദൈവം പ്രസാദിക്കത്തില്ല. അല്ല, മറന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ ദീർഘായുസ് കിട്ടുമെന്നുള്ള പ്രസംഗമല്ല ഇത് കേൾക്കുന്നത്. ഈ ഭൂമി നീ മരിക്കണം, ഈ ശരീര ഭൂമിക്ക് വിട്ടുകൊടുക്കണം, മണ്ണിന് വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യമാ ഞങ്ങൾ പറഞ്ഞ. പക്ഷെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. അവിടെ നിനക്ക് ഓഹരി കിട്ടും. നീ ഇവിടെ ചെയ്യുന്നതിൽ, നീ ഇവിടെ പ്രവർത്തിക്കുന്നതിലൊക്കെ ഹല്ലേലൂയ ഒരു ഓഹരി കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, എന്റെ കർത്താവിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, എന്റെ സ്വർഗത്തിലെ ദൈവ നിന്നെ അനുഗ്രഹിക്കുവാനിടയാകാം. നിന്റെ കുടുംബത്തിന്റെ നിലവാരങ്ങൾ മാറ്റുവാനിടയാകാം. എന്റെതെന്ന് പറയുക എന്റെ ദൈവ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയോ ഈ കാലഘട്ടത്തില് ഈ ജീവിതത്തിന്റെ അകത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കുക. നീ രോഗിയാണ്, അല്ല നീ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, എന്റെ സ്വർഗത്തിലെ ദൈവം പറയോ, ഓ അത് എന്റേതാ, അവൻ എന്റേതാ, അവൻ രോഗത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല, അല്ല അവൻ ഭാരം അനുഭവിക്കേണ്ടവനല്ല, അല്ല വേദന സഹിക്കേണ്ടവനല്ല. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുന്ന ഒരു കര ഇന്ന് രാത്രികാലം ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാമോ? ഈ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാമോ? ഇന്ന് രാത്രികാലം അത്ഭുതങ്ങൾ സംഭവിക്കുക. വിശ്വാസത ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, വിശ്വാസത ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കുടുംബങ്ങൾക്ക് ഒരു അന്തരീക്ഷം വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഒരു ദൈവിക പ്രവൃത്തി കുടുംബങ്ങൾക്ക് വെളിപ്പെടാൻ പോവുക. അല്ല ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെ അല്ല ജീവിതങ്ങളിൽ മാറ്റം വരുത്തി കർത്താവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളാക്കി ഇന്ന് മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അകത്ത് വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നു. പോംവഴിയില്ല എന്ന് നീ പറഞ്ഞ മേഖലയ്ക്കകത്ത് പോംവഴികൾ ഉണ്ടാകാൻ പോകുന്നു. രക്ഷപ്പെടത്തില്ല എന്ന് നീ പറഞ്ഞ മേഖലയ്ക്കകത്ത് രക്ഷ വെളിപ്പെടാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഒരു പുതിയതൊന്ന് ഇന്ന്
രാത്രി എന്റെ സ്വർഗത്തിലെ ദൈവം ആരംഭിക്കാൻ പോവുക. മാത്രമേ ഓ നീതിയായി നടന്നു നേർപരന്നു വന്നു ആധിപത്യമുള്ളവൻ വാണ്ടി മാത്രമേ ഓ അല്പകാലം മാത്രം ഈഭൂമിയിലെ വാസം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമെന്ന് ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാമോ? അപ്പാ, സദസന്നദ്ധരായി അടുത്ത സെക്കൻഡ് ഞാൻ മരിച്ച, ഈ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മരിച്ച, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ മരിച്ച, എന്റെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ മരിച്ച, അടുത്ത ഉയർപ്പിലപ്പ അവിടുത്തെ ശബ്ദത്തിങ്ക ഭൂമി നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കും പോലെ എന്നെ പുറത്തെടുക്കുമ്പോ ഞാൻ എഴുന്നേൽക്കുന്നത് ഹല്ലിയ നിത്യജീവനായിരിക്കണം. അപ്പ സ്വർഗരാജ്യം എനിക്ക് അവകാശമാക്കണം കർത്താവേ. ഏറെ നാളായി കാൺമനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ കാണുന്നു തിരുമാർവോടണങ്ങിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണങ്ങിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾ രോഗത്താലോ നിരാശയിലോ ഏതെങ്കിലും പ്രയാസത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവം തന്റെ വചനം മയച്ച് സൗഖ്യമാക്കുവാൻ ശക്തനാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം നിന്നെ ഇന്ന് സൗഖ്യമാക്കും. കർത്താവിന്റെ വചനം നിന്നെ സ്പർശിക്കും. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം മാറ്റങ്ങളെ കൊണ്ടുവരും. നിന്റെ സാഹചര്യമൊക്കെ മാറും. നീ ദൈവത്തിന്റെ പൈതല. എന്റെ ദൈവം നിന്നെ നോക്കിയിട്ട് എന്റെതെന്ന് പറഞ്ഞിരിക്കുക. ഇന്നലെ വരെ പിശാചാണ് പറഞ്ഞേ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കിയിട്ട് പറയുന്നത് എന്റെതാ. പ്രമാണം വിടാതെ നിത്യത വരെ ജീവിക്കാമോ? ദൈവത്തോട് യാഗം ചെയ്ത് നിയമം ചെയ്ത് ജീവിക്കാമോ? നീ എഴുന്നേൽക്കും. നിത്യജീവനായി നീ എഴുന്നേൽക്കും. നീ എഴുന്നേൽക്കും. നിത്യജീവനായി നീ എഴുന്നേൽക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനെ സ്വർഗീയ നല്ല പിതാവേ, ലോകത്തിന്റെ വിവിധ കോണിലിരുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ഇവിടെ ജീവിതങ്ങളെ വെളിപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന്റെ അകത്ത് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സഹോദരി എടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ വിഷയം അർപ്പിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ അല്ലെങ്കിൽ പറയാതെ വളരെ ഭാരപ്പെട്ട് ഞങ്ങളെ കാണുന്ന കേൾക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് രാത്രി വചനമായിട്ട് സൗഖ്യമാക്കണം, സമാധാനം നൽകണം കർത്താവേ. കുടുംബത്തിൻ്റെ അകത്തുള്ള പിന്മാറ്റകർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ, എൻ്റെ കർത്താവിലേക്ക് മടങ്ങി വരട്ടെ. ജീവിക്കട്ടെ ക്രിസ്തുവിൽ. അതെ, നിത്യജീവന എഴുന്നേൽക്കണം അപ്പ. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗത്താലോ ഭാരത്താലോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ഇന്ന് രാത്രികാലം അത് വെളിപ്പെടട്ടപ്പ. ഹല്ലേലൂയ. രോഗ അവസ്ഥകളെല്ലാം മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ഇന്ന് രാത്രികാലം സകല ഹല്ലേലൂയ രോഗികളുടെ മേൽ ദൈവിക സൗഖ്യം അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്ത് വ്യാപരിക്കുന്ന മഹാമാരിയെ കർത്താവേ അവിടുന്ന് പിടിച്ചു കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ വിടുതൽ കർത്താവേ, സ്വസ്ഥത സമാധാനം ദേശത്ത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ, ഇന്ന് മരിച്ചാൽ അടുത്ത് ഞാൻ എഴുന്നേൽക്കും നിത്യജീവന എന്ന ഉറപ്പോട് ജീവിപ്പാൻ ദൈവം സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കണം. ഇതിൽ കർത്താവെ പ്രിയ സാവു പാസ്റ്ററുടെ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്ത് കർത്താവെ ദൈവത്തിനെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, അധികാരപ്പെടുത്തണം കർത്താവ്. കുടുംബത്തെ അനുഗ്രഹിക്കണം, മറ്റ് ടീം മെമ്പേഴ്സിനൊക്കെ അനുഗ്രഹിക്കണം. അവരുടെ മിനിസ്ട്രിയൊക്കെ വലിയ വിജയമായി തീരുവാൻ ദൈവം സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് ഞങ്ങളുടെ സ്റ്റേജിലും ബാക്ക് സ്റ്റേജിലൊക്കെ ആയിരിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അവരുടെ ജീവിതങ്ങൾ സംഭവിക്കട്ടെ. ദൈവശക്തമായി ഉപയോഗിക്കണം കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു യേശു ക്രിസ്തു നാമത്തിന്റെ പൊന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ രാത്രികാലം ഞങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിലുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആർമി ഓഫ് ജീസസ് എന്ന സ്തോത്രം ഈ കൂട്ടായ്മയിലെ എല്ലാ സ്തോത്ര ദൈവാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തുവേശുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.